ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണോ? ഞങ്ങൾ സുഖമായിട്ടൊക്കെ പോകണു. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? നമ്മളെ ഒരു കുഞ്ഞു വിശേഷം കാണാമല്ലോ. വരൂ. ഇന്ന് രാവിലെ തന്നെ നമ്മളെ വീട്ടിലൊരു വിസിറ്റ് ഉണ്ടായിരുന്നു. ആൾ വലിയ കെട്ടൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ രാവിലെ നമ്മുടെ ചായക്കടി ദോശ ചുട്ടുകൊണ്ടേ ഇരിക്കുമ്പോൾ ഒരാൾ അടുക്കളയിൽ അകത്തേക്ക് കയറി വരുന്നുണ്ടായിരുന്നു. ഞാനൊരു സെക്കൻഡ് ഇങ്ങനെ നോക്കി നിന്നു പോയി. പെട്ടെന്ന് പ്രതീക്ഷിക്കാതെ നേരത്തൊക്കെ ആരോ ഒരാളിങ്ങനെ കയറി വരുമ്പോൾ നമ്മളിങ്ങനെ സ്റ്റക്കായി നിൽക്കുമല്ലോ, അതുപോലെ ഞാനൊരു നൃത്തം നിന്ന് നോക്കി. വേറെ ആരും എല്ലാം വീട്ടിൽ നിന്ന് അമ്മയായിരുന്നു. വലിയൊരു കെട്ടും കൊണ്ട് വന്ന് അത് അടുക്കളയിലേക്ക് കൊണ്ടുവച്ചു. തിരിഞ്ഞ് നടക്കുമ്പോൾ ചിരിച്ചുകൊണ്ടാണ് നടക്കുന്നത്, വേറൊന്നും കൊണ്ടല്ല അത്രേ. ഞാൻ നിന്ന് നോക്കുന്ന കണ്ടിട്ട് ചിരി വന്നു പോയതാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഞാൻ എന്താ കൊണ്ടുവന്നെന്നുള്ള കാര്യം വേഗം പോയി നോക്കുമ്പം വേറൊന്നല്ല, ചക്കയായിരുന്നു. ചക്കയും കുറച്ച് ചീരയും അങ്ങനെ കോവയ്ക്കും പച്ചമുളകെല്ലാം ആയിട്ട് രാവിലെ തന്നെ ഒരു നടരാജായിട്ട് ഇവിടെ എത്തി. അധികം നേരമൊന്നുമില്ല, ഒരു 10 മണിക്കൂർ 10 മിനിറ്റ് 1/4 മിനിറ്റ് ഓളം നിന്നുള്ളൂ. അപ്പോഴേക്കും തിരിച്ചു പോയി. അപ്പോൾ നമുക്ക് ഈ വർഷത്തെ ആദ്യത്തെ ചക്കയും കൊണ്ടാണ് ആളുടെ വരവ്. അമ്മ 2-3 പ്രാവശ്യം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ താഴെ നിന്ന് മാമി കൊടുത്തപ്പോൾ അത് അനക്ക് ഇവിടെ കിട്ടാതെ കൊണ്ട് അതും എടുത്തോണ്ട്, ഞാൻ മാത്രമല്ല ഇവിടെ നിന്ന് ആരും ഈ പ്രാവശ്യത്തെ ചക്ക കഴിച്ചിട്ടുണ്ടായിട്ടില്ല. അപ്പോൾ അതും എടുത്തോണ്ട് രാവിലെ തന്നെ ഇറങ്ങാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇറങ്ങിയതാ അത്രേ. അപ്പോൾ നമ്മൾ ഇന്ന് കളറാക്കും ഗെയ്സ്. കുറേ ദിവസമല്ല കുറച്ചായി ഞാൻ എല്ലാവരോടും, എനിക്ക് അടുത്തറിയുന്ന കുറച്ച് പേരോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾക്ക് ചക്കയൊന്നും ആയില്ലേന്ന്. അപ്പോൾ പൂതൽ നമ്മൾ കുറച്ച് പ്രാവശ്യം വറുത്തെങ്കിലും ഇതുപോലുള്ള ഒരു ചക്ക കിട്ടിയിട്ടേ ഉണ്ടായിട്ടില്ല. പിന്നെ നമ്മളൊന്നും നോക്കിയില്ല, എൻ്റെ അത്യാവശ്യം ചെയ്ത് തീർക്കേണ്ട പണിയെല്ലാം ചെയ്ത് തീർത്ത് എല്ലാ പണിയും കഴിഞ്ഞിട്ട് നമ്മൾ ഇരുന്ന് ചെയ്യുമ്പോൾ അല്ലേ നമുക്കൊരു മനസ്സിനൊരു സുഖം കിട്ടുള്ളൂ. അല്ലെങ്കിൽ എല്ലാം കൂടി കാണുമ്പോൾ നമുക്ക് ആകെ ഒരു വെപ്രാളോ എന്തൊക്കെയോ ഒരു ഫീലായിരിക്കൂലേ. അതുകൊണ്ട് എല്ലാം നീറ്റാക്കി വെച്ചതിന് ശേഷം മാത്രമാണ് ഞാൻ ഇതുപോലുള്ള കാര്യത്തിന് ഇരിക്കുക. കാരണം പിന്നെ കാണുമ്പോൾ നമുക്കൊരു സമാധാനം കിട്ടുമല്ലോ, വേറെ പണിയൊന്നും ഇല്ലല്ലോ, ഇതല്ലേ ഉള്ളൂ എന്നുള്ളത്. അതുകൊണ്ട് ഞാൻ അതൊക്കെ കംപ്ലീറ്റ് ആക്കി. പിന്നെ ഞാനും ജോൽവിയും, എൻ്റെ കൂടെ തന്നെ ജോൽവി എല്ലാത്തിനും ഉണ്ട്. നമ്മൾ 2 പേരും കൂടി ഇരുന്ന് ഒക്കെ ചക്ക മുറിച്ചിടുന്നതിനും പിറകെ തന്നെ ജോൽവി കഴിക്കുന്നുമുണ്ട്.